ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിൽ ഗോതമ്പ് പൊടിയാണ് ഉള്ളത്, മൈദപ്പൊടി കുറച്ചുള്ളൂ. അപ്പം നമുക്ക് മൈദയും ഗോതമ്പ് കൂടി വെച്ചിട്ട് എങ്ങനെ നല്ല ഹെൽത്തി വോയിസിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത ഗോതമ്പ് പൊടിയാണ്. 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ഗ്ലാസ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരിപ്പൊടി 1/2 ഗ്ലാസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ്. നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ഗ്ലാസ് റവ, ഒരു 4 വലിയ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 3/4 ഗ്ലാസ് മൈദപ്പൊടി, 1/2 ഗ്ലാസ് അരിപ്പൊടി, 1/4 ഗ്ലാസ് റവ, അങ്ങനെ കുറേശ്ശെ അങ്ങനെ ചെറുതായിട്ട് വരുന്ന ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 സ്പൂണ് ഉപ്പുപൊടി കൂടി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ പഞ്ചസാര ചേർക്കുന്നില്ല, ഹെൽത്ത് വൈസ് ഉണ്ടാക്കുന്നതുകൊണ്ട് പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. ബാറ്ററിൽ ഉപ്പ് മാത്രമേ ചേർക്കൂ. അരിപ്പൊടിയും റവയും ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഗോതമ്പ് മാത്രം ചെയ്യുമ്പോൾ വല്ലാണ്ട് ഹാർഡായി പോകാണ്ടിരിക്കാനാണ് 1/4 ഗ്ലാസ് മൈദയും കൂടി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഒരുവിധം എല്ലാ പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മൾ എന്തായാലും മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കട്ടയായിട്ട് നിൽക്കും. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്ക് ബാറ്ററായി കിട്ടും. നമ്മൾ ഡയറക്റ്റ് മിക്സിയിലേക്ക് പൊടി ഇട്ട് കഴിഞ്ഞാലും കട്ടയായി നിൽക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ഒരു ജാർ എടുക്കുന്നുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഒരു നുള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 1/4 സ്പൂണ്. അപ്പം നന്നായിട്ട് മഞ്ഞൾപ്പൊടിയും അപ്പക്കാരവും എല്ലാം കൂടി ഇട്ടിട്ട് ഈ ബാറ്റർ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പഴം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്, കനം കുറച്ചിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്താൽ നമുക്ക് കുറേ എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നീളത്തിൽ അരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇക്കാൻ്റെ കയ്യിൽ കൊടുത്തിരുന്നു. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ഈ ബാറ്ററിൽ പഴം മുക്കിയതിന് ശേഷം പൊരിച്ചെടുക്കാം. അപ്പോൾ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും എടുത്തിട്ട് ബാറ്ററിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നെടുത്തിട്ട് ബാറ്ററിൽ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. നമ്മൾ കട്ടിക്ക് അടിച്ചെടുത്തത് കൊണ്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല, നല്ല തിക്കിൽ അടിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ആ കോട്ടിങ് അതിലങ്ങനെ പിടിച്ച് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മാവ് കോരി എടുക്കുമ്പോൾ അത് ഇങ്ങനെ ഒഴുകി പോവും. ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാവ് നന്നായിട്ട് പഴത്തിൻ്റെ മേലെ പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എണ്ണയിലിട്ടതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ മറിച്ചിട്ട് കൊടുക്കരുത്. കുറച്ച് സമയം ഒരു സൈഡൊന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് അപ്പുറത്തെ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ സ്പേസ് ഉള്ളതിനനുസരിച്ചിട്ട് 2-3 ഒരുമിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തതിന് ശേഷം മാവിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട്, നമ്മുടെ കയ്യിലാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്പൂൺ ഉപയോഗിച്ചത്. ഇനി ഇതിൽ മുക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല
കട്ടിക്ക് വന്നിട്ടുണ്ട്. ചില പഴംപൊരി നമ്മൾ പറ്റ തിന്നായിരിക്കുമല്ലോ, ഇത് നല്ല മാവൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ആ റവയുടെ ക്രിസ്പിനെസ്സും ഉണ്ടാവും. പിന്നെ ഗോതമ്പ് പൊടി മാത്രമല്ല, കുറച്ച് മൈദ ഉള്ളതുകൊണ്ട് കുറച്ച് സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ ഇതാ പഴംപൊരി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും കൂടെ ഈ മാവിലൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ പഴംപൊരി എല്ലാം പൊരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടൻ ചായയുടെ കൂടെ മഴ ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇതാ കൊലായിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. അപ്പോൾ നല്ല അടിപൊളി മഴയൊക്കെ പെയ്തിട്ടുണ്ട്, മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴ ഇപ്പം ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.